ഹായ് നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നുള്ളത് കെറിയിലാണ്. സോ കെറി കാണാൻ വന്നിരിക്കുകയാണ്. നമ്മളൊരു 2 days ട്രിപ്പായിട്ട് വന്നതാണ്. അപ്പം കെറി വിസിറ്റ് ചെയ്യാൻ 2 days ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു നല്ലൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. അപ്പം നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കാണാൻ പറ്റും, എത്രയ്ക്കാണ് നമുക്ക് ടൈം അലോട്ട്മെൻറ്റ്, എങ്ങനെയൊക്കെയാണെന്നുള്ളതെല്ലാം നമ്മൾ ഈ വീഡിയോ പറയുന്നുണ്ട്. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്ക്. അപ്പം ഇതുപോലത്തെ കിടുക്കാച്ചി വീഡിയോസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പം കെറിയുടെ കംപ്ലീറ്റ് കാര്യങ്ങളുമാണ് നമ്മുടെ ഈ ഒരു വീഡിയോസിൽ വരുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ള 2 days പ്ലാനിലാണ്. അപ്പോൾ 2 daysനുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം കണ്ടോണ്ടിരിക്കുക. അങ്ങനെ കെറിയിൽ നമ്മൾ ആദ്യം പോയത് കിൽക്കരണിയിലാണ്. സോ കിൽക്കരണിയിൽ മാർക്കോസ് ഹൗസിലാണ് നമ്മൾ പോയത്. മാർക്കോസ് ഹൗസും അതുപോലെ തന്നെ അവിടുത്തെ നമ്മളൊരു ഗാർഡനുണ്ട്. അതുപോലെ തന്നെ കെറിയിലെ ഒരു നാഷണൽ പാർക്കും കൂടെയുണ്ട്. ഇതെല്ലാം ചുറ്റെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മുക്രോസ് ഹൗസാണ് നമ്മൾ ആദ്യം കാണാൻ കയറിയത്. മുക്രോസ് ഹൗസിന് ശരിക്കും പറയാം 65 റൂമുണ്ട്. നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു അടിപൊളി വീടാണ്, ഒരു രക്ഷയില്ലാത്ത. ഇത് ശരിക്കും 1843 ഇത് ബിൽറ്റ് ചെയ്തത്. ബിൽറ്റ് ചെയ്തത് ശരിക്കും ഹെർബർട്ട് ഫാമിലി എന്ന് പറയുന്ന ഫാമിലി അംഗങ്ങളാണ് ഇത് ബിൽറ്റ് ചെയ്തത്. നമ്മുടെ ശരിക്കും വിക്ടോറിയ രാജ്ഞി ഒരു മെയിനായിട്ട് എപ്പോഴും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു നമ്മുടെ മുക്രോസ് ഹൗസ്, അതായത് മാർക്കോസ് ഹൗസ്. ഈ ഒരു പേരിലാണ് അറിയപ്പെടുക. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണ് തോന്നുന്നത്, മക്രോസ് ഹൗസ്, മാർക്കോസ് ഹൗസ് എന്നാണ് പറയുക. സോ ഈ ഒരു ഇതിലാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഇതിനകത്തോട്ട് വരുമ്പോൾ ഇതിന് കുറേ ചരിത്രങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. അന്ന് കാലത്ത് യൂസ് ചെയ്തിരുന്ന കസേരകൾ, ടേബിളുകൾ, ഫേർണിച്ചറുകൾ. കാരണം എസ്പെഷ്യലി ഇതിൻ്റെ ഫേർണിച്ചർ ഭയങ്കര ഹൈലി ഫേമസ് ആണ്, വളരെ ഫേമസ് ആണ്. നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററിയിൽ എടുത്ത് നോക്കിയാൽ നമുക്ക് കൂടുതലായിട്ടും ഫർണിച്ചറിനെ പറ്റിയാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന പല സാധനങ്ങളും അന്ന് അവർ ഈ ഒരു ഹൗസിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ പറ്റിയത്. നമുക്ക് മക്രോസ് ഹൗസ് കാണാനായിട്ട് നമുക്ക് എൻട്രി ടിക്കറ്റും കാര്യങ്ങളും ഉണ്ട്. നമുക്കൊരു കോമ്പിനേഷനായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കിൽക്കരണി നാഷണൽ പാർക്ക് വരുന്നത്. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ബോർഡറിൻ്റെ അകത്ത് വരുന്നതാണ് എല്ലാ കാര്യങ്ങളും. നമ്മുടെ മെയിൻ കെറിയിൽ നിന്ന് ഏകദേശം 3.6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു നാഷണൽ പാർക്കിലേക്കോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ മാക്രോസ് ഹൗസിലോട്ടോ. ഇത് കണ്ടില്ല, ഇപ്പോൾ തന്നെ ഈ ഡൈനിങ് ടേബിളും കാര്യങ്ങളെല്ലാം നമുക്ക് ഇഷ്ടം പോലെ സംഭവമായിട്ടാണ് അന്ന് യൂസ് ചെയ്ത പല സംഭവങ്ങളും. എസ്പെഷ്യലി ഇതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും, ആ റൂമിലെ ഡെക്കറേഷൻസും എല്ലാം അത്രയും ഫേമസ് ആണ്, ഭയങ്കര ഫേമസ് ആണ്. ഇത് ഏറ്റവും പഴക്കമുള്ള ഒരു മ്യൂസിയം കൂടിയാണ് ശരിക്കും ഇപ്പോൾ ഉള്ള ഇതിൽ. കാരണം അന്നത്തെ താമസ ഹൗസ് ഇപ്പം മ്യൂസിയം ആക്കി അവർ മാറ്റിയിരിക്കുന്നു. മെയിൻ പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ റൂംസിൻ്റെ കാര്യങ്ങളെല്ലാം, റൂംസിൻ്റെ അന്നത്തെ ലൈഫ് സ്റ്റൈലിലുണ്ടായിരുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പോകുന്നുണ്ട്, സ്റ്റെപ്സും കാര്യങ്ങളും. അപ്പോൾ അത് ബേസ്മെൻറ്റിലോട്ട് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും എങ്ങനെയാണെന്നും. പിന്നെയുള്ള ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലും കാര്യങ്ങളെല്ലാമാണ്. ഇതിനകത്ത് നമുക്ക് പലയിടത്തും നമുക്ക് എന്ന് പറഞ്ഞാൽ തൊടാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. കാരണം അത്രയും പഴമയോടെ നിൽക്കുന്നതാണ്. അതുപോലെ ഇവിടെ ബെഡ്റൂമിൽ കാണാൻ ഭയങ്കര സ്പേഷ്യസ് ബെഡ്റൂമാണ്. നമ്മളെല്ലാം കണ്ട് അത്ഭുതപ്പെടുന്നത് അന്ന് കാലത്തെ ആ ഒരു ലെവൽ ഓഫ് ആർക്കിടെക്ചറിങ് ഇതിൻ്റെ അകത്ത് എത്രത്തോളം അവർ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. എനിക്ക് എക്സ്പെഷ്യലി ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളാണ്. ഒരു രക്ഷയില്ല, അതുപോലെ അവർ ലൈറ്റിൻ്റെ ഡെക്കറേഷൻ അടിപൊളിയാക്കി. നമ്മൾ ശരിക്കൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. നമ്മൾ കയറി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ ഈ മാക്രോസ് ഹൗസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ബാക്കി ഞാൻ പറയുന്നത് നമുക്ക് നാഷണൽ പാർക്ക് കാണാം. തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് നാഷണൽ പാർക്കും കാര്യങ്ങളെല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഒരു കിട്ടലും ഗാർഡൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോഴ്സ് റൈഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അവർക്ക് ഞങ്ങളെ കാണിച്ചു തരാം. നമ്മൾ പുറത്തുനിന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഹോഴ്സ് റൈഡും കാര്യങ്ങളെല്ലാം, അപ്പോൾ അതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, കണ്ടെത്തിയിട്ടും. അന്നത്തെ കാലത്തുള്ള ഈ ഗെയിമും കാര്യങ്ങളും എല്ലാം കണ്ട് അതെല്ലാം അന്ന് ആ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതാണ് ഭയങ്കര സെറ്റായിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതപ്പെടുത്തി. പപ്പയ്ക്കായാലും മമ്മിക്കായാലും അതുപോലെ തന്നെ എത്തിക്കായാലും എല്ലാവരും ഭയങ്കര ക്രേസ് ആയിപ്പോയി ശരിക്കും പറയാം. അത്രയും നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും എലിഗൻസാണ് ഇന്ന് ഉണ്ടായിരുന്നത്.
അങ്ങനെ നമ്മൾ ക്രൂസ് ഹൗസ് കഴിഞ്ഞ് പുറത്തോട്ട് വന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ കൺവെൻഷൻ ടിക്കറ്റും കാര്യങ്ങളെന്തെല്ലാം പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് ഇനി ഗാർഡൻ ചെറുതായിട്ട് കാണാം. അതുപോലെ തന്നെ നമുക്കിനി ഇതിൻ്റെ പ്രകൃതി എന്ന് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത നമുക്ക് ഇഷ്ടം പോലെ കാർ പാർക്കിംഗ് ഉണ്ട്. എനിക്കൊന്ന് ഏകദേശം ഒരു 200-300 കാറെങ്കിലും ഒറ്റ ടൈം പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇതിൻ്റെ അകത്തുണ്ടോ എന്നാണ് എനിക്ക് വന്നത്. പലയിടത്തും ഇതുപോലത്തെ നമുക്ക് സ്ട്രക്ചേഴ്സ് കാണാം, പല സ്ട്രക്ചേഴ്സും കാര്യങ്ങളെല്ലാം എല്ലാം ഒന്നിനൊന്ന് അടിപൊളിയാണ്. നമുക്കൊരു രക്ഷയില്ല, അത്രയും ഭംഗിയാട്ടോ. എല്ലാവരും ഭംഗിയിൽ അവർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിക്ക്. അത്രയും കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത്, അല്ലെങ്കിൽ മരങ്ങളെല്ലാം അതുപോലെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കണ്ടു. ഇതുപോലത്തെ കുതിരയുടെ റൈഡ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇതിൽ നമ്മൾ മെല്ലെ എങ്ങനെയാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം. ഭംഗി ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. അത് വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്കതിനെപ്പറ്റി പറയാൻ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ മെല്ലെ കുതിരയുടെ കാര്യങ്ങളെല്ലാം ഇന്നെല്ലാം ചോദിക്കാൻ ഓർത്തു. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാം. അപ്പം ഇഷ്ടംപോലെ കുതിര വണ്ടികളുണ്ട്. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്കത് ചൂസ് ചെയ്ത് പോവാം. പിന്നെ ഇവിടെ നമുക്ക് സൈക്കിൾ വേണമെങ്കിൽ സൈക്കിൾ ഇവിടെ റെൻ്റ് ഔട്ട് ചെയ്യാം. ഇതുപോലെ കണ്ട ഇത് ഇവർ കുതിര വണ്ടി പോയിട്ട് തിരിച്ച് വന്നവരാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കുതിര വണ്ടി. ഇവിടുത്തെ അയർലാൻഡിലെ കുതിര വണ്ടിയുടെ എക്സ്പീരിയൻസ്. You had some nice weather anyway. Yeah, so today's nice weather, yeah. കുതിരവണ്ടി ഓടിക്കുന്നത് നമ്മുടെ ചേച്ചിയാണ് കുതിരവണ്ടി ഓടിക്കുന്നത്. Did you go inside Mucker's house? Yeah, we went, yeah. ഈ റൈഡ് ശരിക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു അടിപൊളി റൈഡാണ്. നമുക്ക് നല്ലൊരു ഇപ്പോൾ ചേച്ചിയാരെ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇതൊരു എത്രയോ ഏക്കർ വയസ്സിലാട്ടോ ഈ സ്ഥലം കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമുക്ക് ചേച്ചി നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. എന്താണ് എങ്ങനെയാണ് ശരിക്കും ഇതെല്ലാം ഇവരൊരു പാർട്ട് ടൈം ജോബ് പോലെ ഇവിടെ വന്ന് ചെയ്യുന്നതാണ്. ഇവർ പലരും പഠിക്കുന്ന പിള്ളേരെല്ലാമാണ് ചേച്ചി പറയുന്നതും. അപ്പോൾ അവർ നമുക്ക് പല കാര്യങ്ങളും അവർ ഏതൊക്കെ ദിവസം വർക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെ കാര്യങ്ങൾ, അതുപോലെ നടന്നു പോകാനുള്ള ഇതുകൊണ്ട് നമുക്ക് ഹോഴ്സ് റൈഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് ഹോഴ്സ് റൈഡ് എടുക്കാൻ, പിന്നെ സൈക്കിളിൽ പോകാം, ഇല്ലെങ്കിൽ നടന്നു പോകാം. എല്ലാം ഏകദേശം ഒരു എൻ്റെ ഉള്ളിൽ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് നമുക്കൊരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ജസ്റ്റ് പോയി കാണാൻ വേണ്ടി നമ്മൾ റോഡിൻ്റെ സൈഡിൽ കൂടെ ഡ്രൈവ് ചെയ്യും എന്നാണ് പറയാം. നമുക്കിതിന് ശരിക്കും ടിക്കറ്റിന് ഒരാൾക്ക് കുട്ടികൾക്കില്ല, ഞങ്ങളെല്ലാം വലിയ അഡൽട്ട്സിന് എല്ലാവർക്കും കൂടി കൂട്ടി അവർ €100 ആണ് നമ്മൾ പറയുന്നത്. നമുക്ക് 4 പേർക്കും കൂടി €100, അതായത് 25 പേർക്ക് ഹെഡാണ് നമുക്ക് വന്നിരുന്നത്. കുട്ടികൾക്ക് ഫ്രീ ആണ്. എത്ര കുട്ടികളുണ്ടോ അത്ര ഫ്രീ ആണ്. പക്ഷേ അഡൽട്ട്സിന് അവർ പെർ ഹെഡ് അവർ പറയുന്നത് 25 വെച്ചാണ്. ടോട്ടൽ €100 ആണ് നമുക്കായിട്ട്.
ഇവർക്ക് തന്നെ അറിയാവോ ഇവര് കൺട്രോൾ ചെയ്യുന്നതാണോ? ചേച്ചി നമ്മളോട് ഇവിടെ നമ്മൾ വണ്ടി നിർത്തി തരാം, നിങ്ങൾക്ക് അവിടെ ഒരു വാട്ടർ പാർക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും പപ്പയും എന്തായാലും തീരുമാനിച്ചിട്ട് പോകാൻ ഞങ്ങൾ എല്ലാവരും ഇന്നലെ ഇറങ്ങി. പക്ഷെ ഞാനും പപ്പയും മാത്രം മുകളിലോട്ട് പോകാൻ ചാൻസ് ഉള്ളൂ, ബാക്കി രണ്ടുപേർക്കും മടിയാണ്. നമ്മുടെ കില്ലറിനി നാഷണൽ പാർക്കിൻ്റെ ചുറ്റും നടക്കാനുള്ള ഓപ്ഷൻസാണ് ഇവിടെ. ഓരോ നടക്കാനുള്ള കളറിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് യെല്ലോയിലും ബ്ലൂവിലും റെഡിലും കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് അതിൻ്റെ റൂട്ട് മാപ്പ്. സോ എത്ര ടൈം എടുക്കും, യെല്ലോയിൽ കൂടെ പോയി എത്ര ടൈം എടുക്കും, ബ്ലൂവിൽ കൂടെ പോയി എത്ര ടൈം എടുക്കും, റെഡിൽ പോയി എത്ര ടൈം എടുക്കും എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. എന്ത് രസമല്ലേ, ഒരു രക്ഷയില്ല. ഇത് ഫുള്ള് കവർ ചെയ്ത് വരാനായിട്ട് ഇതൊരു നമ്മുടെ നാഷണൽ പാർക്കിൻ്റെ സൈഡ് നമുക്ക് കവർ ചെയ്ത് വരികയും ചെയ്യാം. അങ്ങനെ എന്തായാലും ഞങ്ങൾ മുകളിലോട്ട് നടക്കാൻ തുടങ്ങി. ജസ്റ്റ് വാട്ടർഫോൾസിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയിട്ടെങ്കിൽ വരാമെന്ന് ഓർത്തിട്ട്. ഇവിടെ പലരും വീൽ ചെയർ റെസിസ്റ്റൻസ് എല്ലാം ഉണ്ട് കേട്ടോ. വീൽ ചെയറിൽ ഉന്തിക്കൊണ്ട് ആൾക്കാരെല്ലാം കണ്ടു. ശരിക്കും നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നിയാൽ മൂന്ന് ഓർത്തൊക്കെ വീൽ ചെയറിൽ മുകളിലോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു കയറ്റമാണ്. അപ്പം ഇത്രയും വെയിറ്റ് എടുത്ത് കൊണ്ടുപോകണം. അപ്പോൾ അവർ ഇതുകൊണ്ട് നമുക്കൊന്ന് ഭയങ്കര സർപ്രൈസ് ആയി. നമ്മുടെ എല്ലാം നാട്ടിലാണെങ്കിൽ എന്തായാലും കാല് വയ്യ അങ്ങനത്തിലായി കഴിഞ്ഞാൽ ആരും കൊണ്ടുപോകണം പുറത്ത് ഇവിടെ നിർത്തിയിട്ടെല്ലാം ഭയങ്കര നമുക്കൊരു റിയൽ ലൈഫ് കാണുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അത് ഇത്രയും ഒരു ഹാർഡായിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. കാരണം നല്ലൊരു കയറ്റമാണ്. അത്യാവശ്യം നമുക്ക് നടന്ന് കടന്നാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വീൽ ചെയറും കൂടെ ആൾക്കാർ കൊണ്ടുപോയി മുകളിൽ കാണിക്കുന്ന അത്രയും ഫ്രണ്ട്ലിയാണ് അവർ, അത്രയും സ്നേഹിക്കുന്നു തമ്മിൽ. അതൊക്കെ ഒരു ശരിക്കും ഒരു കാണേണ്ട കാഴ്ചകളാണ്. നമ്മുടെ നാട്ടിലും ഇതൊക്കെ കൊണ്ടുവരേണ്ടതാണ്. കാരണം വീൽ ചെയറായിട്ട് നടക്കുന്നവർക്കെല്ലാം ഒന്ന് പുറത്തിറങ്ങി കാണാനും കറങ്ങാനും അല്ല. ഇവിടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വീൽ ചെയർ അസിസ്റ്റൻസാണ് പല സ്ഥലങ്ങളും. ഇനി ഇങ്ങനെയുള്ളതെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ കുറച്ച് ഹാർഡും ട്രക്കിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് റിവറല്ല, നമുക്ക് വാട്ടർഫോൾസ് ഉണ്ട്. എന്തായാലും നമുക്കൊരു അത്യാവശ്യം അടിപൊളിയാണ്. അത്യാവശ്യം ഹൈറ്റിൽ നിന്നാണ് വാട്ടർഫോൾസ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർഫോൾസ് വരുന്നത്. അത്യാവശ്യം മോശമില്ല, വലിയൊരു വാട്ടർഫോൾസാണ്. പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിലെ വാട്ടർഫോൾസിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് സംഭവമായിട്ട് നമുക്ക് തോന്നിയില്ലെങ്കിലും ഇവിടെ ഉള്ളത് ഒരനുസരിച്ചാണ് നല്ലൊരു വാട്ടർഫോൾസാണ്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇത് ശരിക്കും ഞാനും പപ്പയും മാത്രമേ കയറിയുള്ളൂ മുകളിലോട്ട്. നിത്യയും മമ്മിയും ജോക്കറും താഴെ ഇരിക്കുകയാണ് ചെയ്തത്. ഞാൻ പിന്നെ കയറി വരുമ്പോൾ ഇതിന് മടക്കും, നല്ലോണം ടയർഡാവും. അതുകൊണ്ട് അവർ വരുന്നു. എന്തായാലും വാട്ടർഫോൾസ് കണ്ട് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. നമ്മുടെ കുതിരാൻ്റെ ഇവിടെ നമുക്കായി വെയിറ്റ് ചെയ്യുന്നു നമ്മൾ ചേച്ചി അടിപൊളിയായിട്ടായിരുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലും ജോക്കറും ഓടിപ്പോയി അതൊക്കെ കയറി നമുക്കെല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പറഞ്ഞു തരും. കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് വേണ്ടി ഏകദേശം ഒരു 15-20 മിനിറ്റോളം നമുക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിട്ടോ. അപ്പം എന്തായാലും നല്ലൊരു കുതിരയാണ്, നല്ലൊരു കുതിര ചേച്ചിയുമാണ്. അടിപൊളിയായിരുന്നു. പിന്നെ നമുക്കിവിടെ എല്ലാം ഇങ്ങനെ സൈക്കിൾ വെക്കുന്ന കേട്ടോ. ഇഷ്ടംപോലെ പേര് സൈക്കിൾ പാർക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പോകും. ചിലവർ സൈക്കിൾ റെൻ്റ് ഔട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ചു നമ്മുടെ ലേക്കിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഇതുകൂടെ ഈ ഒരു വ്യൂവും കാര്യങ്ങളെല്ലാം കണ്ട് ജസ്റ്റ് നമുക്ക് ഗാർഡനൊന്ന് കറങ്ങിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് മെല്ലെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്ലാൻ. ഇപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ സെറ്റായിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഒന്ന് ഹോഴ്സ് റൈഡ്, എല്ലാവരും കുറേ കാലത്ത് ശേഷമാണ് ഹോഴ്സ് റൈഡ്. പിന്നെ നമുക്ക് ഒരു രാജ്യത്ത് വന്ന് അവിടുത്തെ ഹോഴ്സ് റൈഡ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതൊരു ഹാപ്പിനെസ് ആണല്ലോ. അപ്പം അങ്ങനെ ഇവിടെ വന്നു കണ്ടു, അടിപൊളിയാണ്. നമ്മളെല്ലാവരും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. നമ്മൾ ശരിക്കും അയർലൻഡിലെ ടോപ്പ് 15 വരുന്ന ഒരു പ്ലേസും കൂടെയാണ് നമുക്ക് ശരിക്കും മാക്രോസ് ഹൗസും ഗാർഡനും അതുപോലെ നാഷണൽ പാർക്കും എല്ലാം ഇതെല്ലാം. അപ്പം നമ്മളവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിക്ക് നല്ല നേച്ചർ ഫ്രണ്ട്ലിയാണ്. നമ്മൾ ശരിക്കും ഒരു അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുക. അതുപോലെ തന്നെ റിംഗ് ഓഫ് കെറിയുടെ സൈഡിൽ കൂടെ എല്ലാം നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന പല വ്യൂ നമുക്ക് പോകുന്ന വഴിയിൽ അടിപൊളി കാഴ്ചകളാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും അടിപൊളിയാണ്. നമുക്ക്
എത്തി ഫോട്ടോ എടുത്ത് പോകാൻ ശരിക്കും പറഞ്ഞാൽ കയറിയില്ല നമുക്കൊരു 3 days ട്രിപ്പിൽ നമുക്ക് വെക്കാം. കാരണം ഫോട്ടോ എടുത്ത് എൻജോയ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ അങ്ങനെ പോകണം. ഇല്ലെങ്കിൽ നമുക്കിതുപോലെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 1.5 days നമ്മളിവിടെ നിൽക്കുന്നുള്ളൂ. അപ്പം ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല സ്പീഡിലാണ് നമ്മളെല്ലാ ഏരിയയും കവർ ചെയ്ത് പോകുന്നത്. നമ്മുടെ ഇൻ ബിറ്റ്വീനുള്ള സ്റ്റോപ്സ് വളരെ കുറവാണ്. അപ്പം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ വെച്ച് കാണാവേ.